അച്ഛൻ എന്താണ് പൈസ തരാത്തെ? കുഞ്ഞൂസേ, അച്ഛൻ വിസിറ്റിങ്ങിനല്ലേ ദുബായിലേക്ക് പോയത്. ജോലിയൊന്നും ആവാത്തോണ്ടാടാ. ജോലിയൊക്കെ ഇട്ടിട്ട് അച്ഛൻ പൈസ അയച്ചു തരാം കേട്ടോ. അച്ഛൻ എപ്പോ വരും? അറിയില്ല കുഞ്ഞൂസേ. അച്ഛൻ എന്താണ് നമ്മളെ ഫോണിന്റെ വിളിക്കാട്ട്? അച്ഛൻ പോയിട്ട് ഇപ്പൊ 2 മാസമല്ലേ കുഞ്ഞൂസേ. ഇവിടുന്ന് കൊണ്ടുപോയ പൈസയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. അവിടെയൊക്കെ ഫോണിൽ റീചാർജ് ചെയ്യണമെങ്കിൽ കുറെ പൈസ വേണടാ. അത് അച്ഛൻ്റെ ഇല്ലാത്തോണ്ടാ. കിട്ടുമ്പോ നമ്മളെ വിളിക്കും കേട്ടോ. എടാ, ഗൾഫ് കൊണ്ടുവന്ന സാധനമൊക്കെ പിറ്റേ ദിവസം അടിച്ചു ചേർത്തില്ലേ? ഒന്നും ഓർമ്മയില്ല അല്ലേ? അത് സാറില്ല, ബീവറേജ് വാങ്ങിച്ചു തരാം. അയ്യോ, ഞാൻ എപ്പോഴെങ്കിലും ലോക്കൽ വാങ്ങിച്ചു തരുവാളിയാ. എനിക്ക് MH ബക്കാടി എന്ത് വേണമല്ലോ വാങ്ങിച്ചോ. അതാരാണ്? ആരെയൊക്കെയാടാ കൂട്ടുന്നത്? 8 9 എത്ര ആളെ വിളിച്ച? എന്ത് കുഴിമന്തിയാ? എന്ത് വേണമല്ലോ വാങ്ങിച്ചോടാ, പൈസ ഞാൻ അയച്ചു തരാം. ഞാൻ ഒരു 10 15 മിനിറ്റിലെത്തും. ഓക്കെ ഓക്കെ. എന്താ ഏട്ടാ, എന്തിനിങ്ങനെ അനാവശ്യമായിട്ട് ചെലവാക്കുന്നത്? അവിടുന്ന് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതല്ലേ. എന്നെ സന്ധ്യ ആ കൂടി വർഷത്തിൽ 1 മാസം ലീവ് കിട്ടുന്നത്. അത് നാട്ടിൽ വന്ന് അടിച്ചു പൊളിക്കട്ടെ. ഈ കമ്പനിക്കാരെ കൂടെ കൂടുമ്പോഴേ അതൊരു വൈബാ. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഏട്ടൻ പോയി അടിച്ചു പൊളിച്ചോ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തിനിങ്ങനെ അനാവശ്യമായിട്ട് പൈസ ചെലവാക്കുന്നത്? 2 3 തവണ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാന്ന് പറയാ. ഇത് ഗൾഫിൽ നിന്ന് വന്ന് 30 ദിവസം ഏട്ടൻ തന്നെ ചെലവെടുക്കണം പറഞ്ഞാ അതൊക്കെ എന്തിനാ? ഈ എന്താ സന്ധ്യ ഈ എച്ചിക്കണക്ക് പറയുന്നത്? 30 ദിവസം ഇവന്മാർക്ക് വേണ്ടി ഞാനിപ്പോ കള്ളും സാധനമൊക്കെ മേടിച്ചു കൊടുത്താൽ എനിക്ക് ഒരു 2-2.5 ലക്ഷം ചിലവാളൂ. എടി, നിന്റെ ഭർത്താവിനോട് 3-3 ലക്ഷം സാലറി ഉണ്ടടി. നീ എന്തിനാ ഈ പേടിക്കുന്നത്? ഇങ്ങനെ പൈസ ഇറക്കുന്നതുകൊണ്ടല്ലേ ഇവന്മാർക്ക് എന്നോട് ഇത്രയും മതിപ്പ്. ഏട്ടൻ്റെ അത്രയും പൈസ ഉണ്ടെങ്കിൽ കുറച്ച് പാവപ്പെട്ടവനെ സഹായിക്കേ. ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്ത എത്ര ആൾക്കാരുണ്ടെന്ന് അറിയോ? അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പുണ്യം കിട്ടും. ഇത് വെറുതെ കള്ളം വാങ്ങിച്ചു കൊടുത്തിട്ട്. പിന്നെ ഞാനവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന പാവങ്ങളെ സഹായിക്കാനാണല്ലോ. അതിനകത്ത് എനിക്ക് അടിച്ചു പൊളിക്കാനാണ്. നിനക്കോ കുഞ്ഞിന് ഇതുവരെയായിട്ട് ഒരു കുറവും വരുത്തില്ലല്ലോ. അല്ല, ഞാൻ എന്റെ പൈസക്ക് അടിച്ചു പൊളിക്കുന്നതിന് നിനക്കെന്താ? ഞാൻ എന്ന് പറഞ്ഞാൽ അവസാനം എനിക്കാണ് കുറ്റം. ഞാൻ ഒന്നും പറയാൻ പറ്റുന്നില്ലേ. നീ പറയാ തന്നെ നല്ലത്. ഞാൻ ഇറങ്ങാണേ. വരുമ്പോ എന്ത് വേണം? മട്ടൻ വേണോ, ചിക്കൻ വേണോ, ഞണ്ട് വേണോ, ചെമ്മീൻ വേണോ, എന്ത് വേണം പറഞ്ഞു വാങ്ങിക്കൊണ്ടേ. എനിക്കൊന്നും വേണ്ട ഏട്ടാ. ഇന്നലെ വാങ്ങിച്ച മീൻ ആ ഫ്രിഡ്ജിൽ കിടക്കുക. ഇത്രയും നേരമായിട്ട് എടുത്തിട്ടില്ല. ഏട്ടാ ഒന്ന് പോയിട്ട് വേഗം വന്നാൽ മതി. ആടോ, ഞാൻ വേഗം വരാം. എന്നാ ശരി കേട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാൻ തന്നെ കെട്ടിയോട് ചോദിച്ചിട്ട് പറയാം. ശരി. അതാരേട്ടാ ബാലിക്ക് പോന്ന്? നമ്മുടെ മുരളിയടി, അവൻ പോകുന്നൊന്നുമില്ല. നമ്മളും കൂടി ഉണ്ടെങ്കിലേ അങ്ങോട്ട് പോവാന്നാ പറയുന്നത്. വിട്ടാലോ? അവര് കല്യാണം കഴിഞ്ഞ പുതിയ ആൾക്കാരല്ലേ, അവര് പോയിക്കോട്ടെ. അതിനിടയ്ക്ക് നമ്മളെന്തിനാ? അവൻ ഈ പുറത്തു പോയിട്ട് സംസാരിക്കാനുള്ള ലാംഗ്വേജും കാര്യങ്ങളൊന്നും അറിയില്ലെന്ന് അല്ല നമ്മൾ ഇത്രയും വിളിക്കുന്നത്. പോവാലോ? ലാംഗ്വേജ് അറിയാണ്ടൊന്നുമല്ല. നിങ്ങളും കൂടി പോയിട്ടുണ്ടെങ്കിലേ ബാക്കി ചെലവും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കും. അത് അയാൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാ. നീ എന്താണ് ഈ എച്ചിക്കണക്ക് പറയാൻ നിൽക്കുന്നത്? ഒന്നില്ലെങ്കിൽ അവൻ നാട്ടിൽ തന്നെയല്ലേ പണിയെടുക്കുന്നത്. ഇതിപ്പോ കുറച്ച് ഞാൻ ചെലവാക്കി വരട്ടെ, എന്താ സംഭവിക്കാൻ പോകുന്നത്? അവൻ ഭയങ്കര ഓസിന്റെ ആളാ. 2 ആളും പണിക്ക് പോകുന്നുണ്ടല്ലോ. എന്നാൽ കുറച്ച് പൈസ എടുക്കുവോ? അതും ഇല്ല. ഇപ്പൊ തന്നെ 10-35,000 രൂപ ഓരോ കാര്യം പറഞ്ഞിട്ട് എൻ്റെ ഒന്ന് വാങ്ങിട്ട് പോയിട്ടില്ലേ? അത് തിരിച്ചു തന്നിട്ടുണ്ടോ? നീ അത് വിട്, ഇപ്പൊ പോവാ, അത് പറ. ഞാൻ എന്തായാലും ഇല്ല. നിന്നെ പറഞ്ഞിട്ട് എപ്പോഴും കാര്യമില്ല. ഇപ്പൊ അവനോട് ഞാൻ എന്താ വിളിച്ചു പറയാ? പിന്നെ ഏട്ടാ, രാവിലെ അഭയത്തുനിന്ന് 2-3 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ടേ ഞാൻ ഏട്ടൻ വന്നിട്ട് പൈസ അവിടെ കൊണ്ട് എത്തിക്കാന്ന് പറഞ്ഞതായിരുന്നേ. എന്തെങ്കിലും കാര്യമായിട്ട് സഹായിക്കണം കേട്ടോ. അവർക്കൊരു 3-4 വീൽ ചെയറെങ്കിലും നമുക്ക് വാങ്ങിച്ചു കൊടുത്താലോ? എന്താ സന്ധ്യ ഇത്? നിനക്ക് എപ്പോൾ നോക്കിയാലും ഈ ചാറ്റിന്ന് മാത്രം പറയാനല്ലോ. 3-4 വീൽ ചെയർ വാങ്ങിച്ചു കൊടുക്കാനുള്ള പൈസ എൻ്റെ അടുത്തുന്നില്ല. നീ ആണെങ്കിൽ ഒരു 500 രൂപ അവർക്ക് കൊടുക്ക്. 500 രൂപയോ? ഏട്ടൻ ഓരോ ദിവസം ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ട് കള്ള് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് 5-10,000 രൂപ ചിലവാക്കുന്നില്ലേ? അത് വെറുതെ കുടിച്ച് തീർക്കല്ലേ ഏട്ടാ? ഇതിപ്പോൾ അവർക്ക് 3-4 ഇല്ലെങ്കിലും ഒരു വീൽ ചെയറെങ്കിലും വാങ്ങിച്ചു കൊടുത്തൂടെ? ഞാൻ പറയുന്ന കേട്ടാ, 500 അല്ലെങ്കിൽ ഒരു 1000 കൊടുക്ക്, അത് മതി. പാവങ്ങളെ സഹായിക്കാൻ പറഞ്ഞാൽ മാത്രം കേൾക്കില്ല. അനാവശ്യമായിട്ട് എത്ര വേണമെങ്കിലും പൈസ ചിലവാക്കും. വീണ്ടും വന്നാ? അത് കൊള്ളാലടാ. അല്ല, ഇപ്രാവശ്യം ഏതാ കഥ പറഞ്ഞത്?
പഴയ കഥ തന്നെ പറഞ്ഞു അല്ലേ? എടാ ഓൻ ഏതാണ് നാട്ടുകാരെ? ഇല്ലില്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവനോട് അധികം സംസാരിച്ചില്ല. കാരണം കൂടുതലായിട്ടേ നമ്മുടെ തലയിലായി പോവും. കോഴിക്കോട്ടുകാരനോ? അപ്പം എൻ്റെ നാട്ടുകാരനാണല്ലോ. എന്തിനും കൊടുത്താ? നന്നായടാ, ചിലപ്പോൾ വലിയ ഉടായ്പായിരിക്കും. ഒഴിവാക്കി വിട്. ശരി ശരി. എന്താ എന്താ പ്രശ്നം? എടാ അത് ഞാനേ നാട്ടിലേക്ക് വരുന്ന 2 ആഴ്ച മുമ്പേ എൻ്റെ ക്യാമ്പിലേക്ക് ഒരുത്തം വന്നിട്ടുണ്ടായിരുന്നു. മലയാളിയാ. അവൻ്റെ കമ്പനിക്കാരൻ പറഞ്ഞിട്ട് വിസിറ്റിങ്ങിന് കയറി വന്നതാ. അവൻ്റെ കഷ്ടകാലത്തിന് അവൻ്റെ കമ്പനിക്കാരൻ വരുമ്പോഴേക്കും ടെർമിനേറ്റ് നാട്ടിൽ പോയി. ഇപ്പം മറ്റവന് തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. വീട്ടിൽ നിന്ന് എത്രയോ കടവും മേടിച്ച് എന്തൊക്കെയോ വന്നാൽ അത്രേ. ഇപ്പം പണിയില്ല, ഏതോ ഒരു ലേബർ കമ്പനി ചെറിയ പൈസയ്ക്ക് റൂമിൽ താമസിക്കുക. ഭക്ഷണം കഴിച്ചിട്ട് കുറേ ആയി, സിമ്മില്ല, എന്തൊക്കെയോ പറഞ്ഞ് വന്ന്. അന്നേരം 50 ദിർഹം കൊടുത്ത് ഞാൻ ഒഴിവാക്കിയതാ. ഇപ്പം അതൊന്ന് വീണ്ടും ക്യാമ്പിൽ വന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ റൂമിൽ 4 ആൾക്കാരില്ലേ? എല്ലാവരും ഓരോ കമ്പനിയിലല്ലേ ജോലി ചെയ്യുന്നത്? അപ്പോൾ ആ പാവത്തിന് ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി വാങ്ങിച്ചു കൊടുത്തൂടെ? എൻ്റെ സന്ധി ഈ ഗൾഫിൽ വന്നിട്ട് രക്ഷപ്പെടുന്നവരെ വളരെ കുറവാണ്. ഇതുപോലത്തെ എത്ര ആൾക്കാർ കാണുന്നതെന്നറിയോ? ഈ വിസിറ്റിങ്ങിൽ വന്ന് പെട്ടുപോയവരും ജോലി പോയവരും നാട്ടിൽ തിരിച്ചു പോകാൻ പറ്റാത്തവർക്കായിട്ട്. ഇതിപ്പോൾ എല്ലാവരെയും സഹായിക്കാൻ തന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എല്ലാവരും സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ മുന്നിൽ വരുന്നവരെങ്കിലും എന്നെ സഹായിച്ചൂടെ? എടോ നീ എന്തായാലും ഈ പറയുന്നത്? അവൻ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞിട്ട് ഇപ്പം എല്ലാവരോടും 100 ദിർഹം മേടിച്ചാലോ? എത്ര പൈസയായി? എടാ എല്ലാവരും ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇവനെ എവിടെയെങ്കിലും ജോലിക്കാക്കി കൊടുത്തിട്ടേ അവിടെ ഇവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഞങ്ങൾക്ക് ആ പണി കിട്ടുക. നമ്മുടെ നാട് പോലെയല്ല മോളെ. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവും. നീ പോയിട്ടൊരു ചായ എടുക്ക്. അമ്മായിക്ക് ദുബായിൽ എവിടെയൊക്കെ അറിയാം? എൻ്റെ അമ്മായി ദുബായ് പറഞ്ഞാൽ ഗൾഫല്ല, അത് UAE ഒരു സ്റ്റേറ്റാണ്. തോന്നി ഒരുപാട് ആൾക്കാർ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ശരി ശരി. ദുബായിൽ തന്നെ, ദുബായിൽ. ഇല്ല, ഒരു 10 ദിവസം കൂടി ഉണ്ട്. സാധനങ്ങളൊക്കെ ഉണ്ട് അമ്മ. എനിക്ക് അങ്ങോട്ട് വരാൻ സമയം കിട്ടായിട്ടാ. ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ശരി. അമ്മോ, വല്ലാത്തൊരു അമ്മായി തന്നെ. ദുബായിലാണോ? എന്തേ? എന്റെ അച്ഛൻ്റെ അറിയോ? നിന്റെ അച്ഛൻ ദുബായിലാണോ ജോലി ചെയ്യുന്നത്? അമ്മ പറഞ്ഞു ദുബായിലാണോ. അച്ഛൻ്റെ പേരെന്താ? രതീഷ്. അങ്കിൾക്കറിയോ? ഏത് രതീഷ്? അറിയോ അങ്കളെ? അറിയാണ്ടല്ല മോനെ, അങ്കിളിന്റെ റൂമിലല്ലേ. ഞങ്ങൾ നല്ല ഫ്രണ്ടാണ്. വരുമ്പോ പോലും കണ്ടല്ലോ. എന്തേ, അച്ഛനോട് എന്തെങ്കിലും പറയണോ? അങ്കളെ, അച്ഛനെ കൊണ്ട് അമ്മന്റെ ഫോൺ വിളിക്കാൻ പറയോ? കുടുംബ പ്രശ്നമാണ്. അച്ഛനോട് അമ്മനെയും മോനെയൊക്കെ വിളിക്കാൻ പറയാട്ടാ. വിട്ടോ. പിന്നെ അങ്കളെ, എന്താടാ? അച്ഛന്റെ അടുത്ത് വീട്ടിൽ പൈസ അയച്ചു തരാൻ പറയോ? അമ്മ കടേന്റെ അങ്കളല്ലേ, അരി തന്നില്ല. പൈസ ഉണ്ടാല വരാൻ പറഞ്ഞോളൂ. സാരല്ലോ യോസേ, അമ്മ പൈസ കൊടുത്ത് വാങ്ങിക്കട്ടോ. അമ്മ അച്ഛന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുടെ കണ്ടു. എന്ത് കുഞ്ഞെന്തൊക്കെയാ പറയുന്നത്? ഒരു കാറുള്ള വീട്ടിലല്ലേ അങ്കളെന്തോ അച്ഛന്റെ കൂടെയാ ദുബായില് ജോലി ചെയ്യുന്നു. അച്ഛൻ്റെ കൂടെയോ? അമ്മ അങ്കിൾ പറഞ്ഞു. ഏതങ്കിള്? മോൻ ചോദിച്ചോ? അച്ഛൻ്റെ കൂടെ തന്നെയാണോ ആ അങ്കിള് വർക്ക് ചെയ്യുന്നത്? അമ്മ അച്ഛന്റെ റൂമിലാ പറഞ്ഞു. മോൻ വാ. ആരുടെ ബർത്ത്ഡേ പാർട്ടിയാണ്, രാവിലെ പോയാൽ രാത്രി വരുള്ളൂ, അടിച്ചു പൊളിക്കണം എന്നൊക്കെ പറഞ്ഞതാണല്ലോ. എന്നിട്ട് എന്താ പോകുന്നില്ലേ? അവന്മാരെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടേ, പോണം. എന്തു പറ്റി? അല്ലെങ്കിൽ എല്ലാവരെക്കാളും മുന്നേ പോയിട്ട് നിങ്ങളാണല്ലോ അവന്മാരെയൊക്കെ വിളിച്ചു കൂട്ടുക. ഇന്നെന്താ? ഒരു വല്ലാത്തൊരു ടെൻഷൻ പോലെയാണോ? ടെൻഷനോ?
എന്താ ഏട്ടാ? എന്താ? കുറച്ച് നേരത്തെ ഒരു ചെറിയ പയ്യൻ വന്നിട്ട് എൻ്റെ അച്ഛൻ ദുബായിലാണ് പൈസ അയച്ചു കൊടുക്കുന്നത്. എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. ഇനിയിപ്പോൾ അവൻ അറിയാണ്ട് പറഞ്ഞാണോ എന്തോ, അതിങ്ങനെ തന്നെ മനസ്സിൽ കിടന്ന് കളിക്കുന്നു. അതാരാ? ഞാൻ ഇതിനു മുമ്പ് ഇവിടെ നിന്ന് കണ്ടിട്ടില്ല. ഒരു ചെറിയ ഇത്രേ ഉള്ളൂ. ഇവിടെ ആരെങ്കിലും ഇപ്പം വാടകയ്ക്ക് വന്നിട്ടുണ്ടോ? ആ ഒരു 2-3 മാസം മുമ്പേ നമ്മുടെ കോളനിയുടെ ലാസ്റ്റ് ആയിട്ട് ഒരു ടീം വാടകയ്ക്ക് വന്നിട്ടുണ്ട്. ഒരു 4-5 വയസ്സ് തോന്നിക്കുന്ന പയ്യനാണോ? ആ അത്രേ ഉള്ളൂ. ആ എന്നാ പിന്നെ ആ കുഞ്ഞിനെ ആയിരിക്കും. അവൻ്റെ അച്ഛൻ എവിടെയാണ് ജോലി എന്നറിയോ? അവരെക്കുറിച്ച് എനിക്ക് അധികമൊന്നും അറിയില്ല. പക്ഷെ ശാരദേച്ചി പറഞ്ഞിട്ടായിരുന്നു 2 മാസം മുമ്പ് അവൻ്റെ അച്ഛൻ ദുബായി പോയെന്നുള്ളതേ. എന്താ ഏട്ടാ? അങ്ങനെ എന്താ ചേട്ടാ, മോമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അവൻ്റെ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യണത് ഒരേ റൂമിലാണെന്നൊക്കെ. അവൻ പറഞ്ഞത് ശരിയാണെന്നൊന്നും എനിക്കറിയില്ല. 2 മാസം മുമ്പ് വിസിറ്റിങ്ങിനാണ് കേട്ടും അവിടെ ഒരു ഫ്രണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോയതായിരുന്നു. പക്ഷെ ആ ഫ്രണ്ട് അവിടെ ഇല്ല. 3 ദിവസമായിട്ട് പണിയൊന്നും കിട്ടിയിട്ടില്ലേ. ഇപ്പം 10 ദിവസം എന്നെ വിളിച്ചിട്ട് കുറെ ഞാൻ അന്വേഷിച്ചു. പക്ഷെ ആർക്കും ഏട്ടനെ കുറിച്ചൊരു വിവരമില്ലെന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് എൻ്റെ അച്ഛനറിയോ? രതീഷിന്റെ ഭാര്യയാണോ? ആ ഏട്ടനറിയോ? ആ വിസിറ്റിങ്ങിന് വന്ന രതീഷല്ലേ? എനിക്കറിയാം. എന്തോ ജോലി ശരിയായില്ല തോന്നുന്നു അല്ലേ? ഇപ്പൊ പുതിയൊന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു 2 ദിവസം കൊണ്ട് കയറുന്ന പറഞ്ഞത്. എന്തായാലും വിളിക്കാത്തെന്നറിയോ? അത് ചിലപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ കൊടുത്ത സിമ്മല്ല, അത് ചിലപ്പോൾ കട്ടായി പോയിട്ടാണ്. എന്തായാലും പെട്ടെന്ന് തന്നെ വിളിക്കണ്ടോ? പേടിക്കണ്ട. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് വിളിക്കാൻ പറയോ? മുപ്പത് റൂം വേറെ സ്ഥലത്താണ്. എൻ്റെ ഫ്രണ്ടിനെ വിട്ട് ഇന്നെ വിളിക്കാൻ പറയാം കേട്ടോ. ഞാനാകെ പേടിച്ചിരിക്കായിരുന്നു. ജോലി കിട്ടിയോ, ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ അറിയാണ്ട്. എന്തായാലും ഇപ്പോഴാ സമാധാനമായത്. അതെ, ഒന്ന് നിൽക്കോ. പിന്നെ മുപ്പത് വരുന്ന സമയത്തെ നിങ്ങൾക്ക് തരാൻ വേണ്ടി എൻ്റെ കയ്യിൽ പൈസ തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വീട്ടിൽ വന്ന് വാങ്ങിക്കുന്ന പറഞ്ഞത്. പിന്നെ മുപ്പര് വിളിച്ചില്ല ഒന്നുമല്ലേ? എനിക്കാണെങ്കിൽ നിങ്ങൾ നേരിട്ട് പരിചയമില്ല, അതുകൊണ്ടാട്ടോ. ഇതാ. കുഞ്ഞുസ, അച്ഛൻ പൈസ അയച്ചതാ. അനീഷേ, എടാ അന്ന് നമ്മുടെ ക്യാമ്പിലേക്ക് വന്ന് പറഞ്ഞല്ലേ, നമ്മുടെ പേര് ഓർമ്മയുണ്ടോ? രതീഷാണോ? ആണ്? എടാ അതെനിക്ക് വേണ്ടപ്പെട്ട ആളാ. ഇപ്പം എടാ അറിയുന്നത്. എടാ ഇന്ന് വെള്ളിയാഴ്ചയായിട്ട് ലീവല്ലേ? മുപ്പര് ഏത് ക്യാമ്പിലാണെന്നറിയോ? ആണോ? എടാ നീ ഒന്ന് അങ്ങോട്ട് ചെല്ലുടാ.
നമ്മുടെ കിഷോറിൻ്റെ കമ്പനിയിൽ ഒരാൾ വേണം മറ്റ് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഉണ്ട്. മൂപ്പരുടെ അടുത്ത് എന്തായാലും CV ഉണ്ട്. അത് വാങ്ങിച്ചിരുന്ന് എനിക്ക് തന്നായി, ഞാൻ അയച്ചു കൊടുക്കാം. അല്ലടാ, പിന്നെ മൂപ്പരെ ഇനി അവിടെ താമസിപ്പിക്കണം, നമ്മുടെ റൂമിലേക്ക് കൊണ്ടുപോകാം. ഞാൻ വരുന്നവരെ അവിടെ കിടന്നോട്ടെ, ബാക്കി ഞാൻ വന്നിട്ട് നോക്കാം. എടാ അതുപോലെ മൂപ്പർക്ക് ഒരു സിം എടുത്ത് കൊടുത്തിട്ടേ ഒന്ന് റീചാർജ് ചെയ്തിടണേ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് വീട്ടിലേക്ക് വിളിക്കാൻ പറ. ഞാൻ വന്നിട്ട് പറടാ. ശരി. നന്നായിട്ടാ. നമ്മുടെ കൈകൾ കൊണ്ട് മറ്റൊരു ജീവിതത്തിന് കരുത്തേകുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നിനും നൽകാൻ കഴിയില്ല. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക.